തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയമുള്ളവരെ, നാളത്തെ പ്രൈസ് ആൻഡ് വോർഷിപ്പ് സ്തുതി ആരാധന ലീഡ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ തൊട്ട് അയാളുടെ ഉള്ളിൽ എങ്ങനെയാണ് തുടങ്ങേണ്ടത്, എന്തു പറഞ്ഞാണ് ദൈവത്തെ സ്തുതിക്കേണ്ടതെന്നൊക്കെയുള്ള ചിന്തയായിരുന്നു. രാത്രിയിലൊക്കെ ഇങ്ങനെ ആലോചിച്ചിരുന്നു, ഒന്നും കിട്ടുന്നില്ല. ഒടുവിൽ ദൈവിക ജ്ഞാനത്തിൻ്റെ വെളിച്ചം അയാളുടെ ഉള്ളിൽ തെളിഞ്ഞു. ദൈവത്തെ സ്തുതിക്കാനും ദൈവത്തെ ആരാധിക്കാനും ഇത്ര കണ്ട് ആലോചിക്കേണ്ടതുണ്ടോ? അനുഗ്രഹങ്ങൾ തേടിപ്പിടിച്ചെടുക്കേണ്ടതുണ്ടോ? എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് ദൈവം തന്നിരിക്കുന്നത്. വെറുതെ ഒന്ന് കണ്ണടച്ചിരുന്ന് ദൈവത്തെ ഓർക്കുമ്പോൾ തന്നെ സ്തുതി ഉയരേണ്ടതല്ലേ? അതുകൊണ്ടല്ലേ ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ എന്ന് രചയിതാവ് എഴുതിയത്. പ്രിയമുള്ളവരെ, അനുഗ്രഹങ്ങൾ തേടിപ്പിടിച്ചൊന്നും പോകണ്ട. വെറുതെ ജീവിതം തന്നെ അനുഗ്രഹമാണെന്ന് ഓർക്കുക. എൻ്റെ ഈ കുഞ്ഞു വിരൽ ഒന്നിങ്ങനെ മടക്കാൻ കഴിയുന്നത് അനുഗ്രഹമല്ലേ? ഈ ജോയിൻറ്റ്സ് ഇവിടെ ഇല്ലെങ്കിൽ എനിക്കിത് മടക്കാൻ പറ്റുമോ? പക്ഷെ ഇതൊന്നും ഓർത്തെടുക്കാൻ നമുക്ക് ആർക്കും പറ്റില്ല. അതുകൊണ്ട് അത്ഭുതങ്ങളൊന്നും തേടിപ്പോകണ്ട. ജീവിതം തന്നെ അനുഗ്രഹമാണ്. 5 അപ്പവും 2 മീനും കർത്താവ് വർദ്ധിപ്പിച്ചത് അത്ഭുതമായിട്ട് കണക്കാക്കുമ്പോൾ ആ 5 അപ്പവും 2 മീനും തന്നെ അത്ഭുതമാണെന്ന് ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകരുത്. അത് തന്നെ ഒരു അത്ഭുതമല്ലേ? അതുകൊണ്ട് ജീവിതം മുഴുവൻ അനുഗ്രഹമാണ്. ജീവിതം മുഴുവൻ പ്രൈസ് ആൻഡ് വർഷിപ്പുമാണ്. അങ്ങനെ ഒരു സ്തുതിയുടെ ജീവിതം നമുക്ക് വളർത്താം. ആമേൻ.